ഹായ് ഫ്രണ്ട്സ്, അപ്പൊ അടുപ്പുണ്ടാക്കിയ വീഡിയോ എല്ലാരും കണ്ടില്ലേ? ഇനി ആദ്യമായിട്ട് നമ്മള് അതിൽ പാല് കാച്ചാൻ പോവാ. അതിന് വേണ്ടിട്ട് ഞാൻ നല്ലൊരു മൺകലൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നാ അപ്പൊ ഇതാണ് നമ്മളെ അടുപ്പ്. ഉണങ്ങി വരുന്നേ ഉള്ളൂ, മണ്ണിന്റെ അല്ലേ, പതുക്കെയൊക്കെ ഉണങ്ങുന്നുണ്ടാവുള്ളൂ. എന്തായാലും കത്തി നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെയാന്നൊക്കെ. ഞങ്ങൾ 2 അടുപ്പായിട്ട് ഉണ്ടായിക്കണ്. പക്ഷെ ഞാൻ ഈ വാങ്ങിച്ച കലം ഈ ചെറിയ അടുപ്പിനാണ് പാകം. ഇതിൽ പിന്നെ വലിയ നമ്മൾ കാര്യമായിട്ട് വലിയ കലൊക്കെ വെക്കുമ്പോൾ ഈ അടുപ്പ് യൂസ് ചെയ്യാന്നുള്ളിടത്തോളാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് വിറകൊക്കെ കൊണ്ടുവരാം. ആദ്യം പാലെടുത്ത് വരട്ടെ. പിന്നെ വിറക് അട്ടി വെച്ചിരിക്കണെന്ന് വെച്ചാൽ ആ തൊടിയിലൊക്കെയാണ്. അവിടേക്കൊന്നും ഇപ്പൊ നമുക്ക് രാത്രി ആണെങ്കിലും ചിലപ്പോൾ നന്ന രാവിലെയൊക്കെ ആണെങ്കിലും പോവാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞങ്ങള് അതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് കൊണ്ടുവന്നിടുന്നത്. അപ്പൊ ഇത് മതി. ഇപ്പൊ നമുക്ക് തൽക്കാലം കത്തിക്കാനുള്ള വിറക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഇനി നമുക്ക് പാല് കൊണ്ടുവന്ന് ഇത് കത്തിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ പാല് കൊണ്ടുവന്ന് നമുക്ക് പാൽ ആദ്യം ഇതിൽ ഒഴിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് തീ കത്തിക്കാം. പാലൊഴിച്ചിട്ടുണ്ട്. ഇനി തീ കത്തിക്കാം. ഞാൻ സാധാരണ ആദ്യം പേപ്പർ കത്തിച്ചിട്ട് അതിന്റെ മേലെ ഓലപ്പൊടി കത്തിക്കും. അതെന്തിനാ വെച്ചാൽ വേഗം കത്താന്. നിങ്ങളൊക്കെ എങ്ങനെ കത്തിക്കാറെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നോക്കി വെക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഞാൻ കത്തിക്കാൻ പോവാണ്. പതുക്കെ പതുക്കെ ഇങ്ങനെ കത്തിപ്പിടിക്കുന്നുണ്ട്. എങ്ങനെയാണ് നോക്കാം. ആദ്യം നന്നായിട്ടൊന്ന് കത്തി. ഇപ്പൊ കാറ്റോണ്ട് കെട്ടുപോയതാണ്. നമുക്കൊന്നും ഇതേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കത്താന്. ഒന്നാമത് ഇത് തണുത്തിരിക്കല്ലേ. പിന്നെ വിറകും തന്നെ ഇവിടെ മഴ പെയ്തോണ്ടേ ഭയങ്കരമായിട്ട് നല്ലൊരു തണുത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അയ്യവാ, ഉഷാറായിട്ട് കത്തുന്നുണ്ട്. ഇപ്പൊ അടുപ്പ് നന്നായിട്ട് കത്തുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര പുകയാണ് കേട്ടോ. ഒന്നാമത് ഫസ്റ്റ് ടൈം നമ്മൾ കത്തിക്കല്ലേ, അതുകൊണ്ടായിരിക്കും. നോക്കി നോക്കാം നമുക്ക്. അതെ, ഈ കലം വെച്ച് കത്തിച്ചപ്പോഴാണ് മനസ്സിലാവണം. കണ്ടില്ലേ, ഈ അടുപ്പിനൊക്കെ ഈ സൈഡിൽ കൂടെ ഈ അടുപ്പ് നല്ല വിടവുണ്ട്. അപ്പൊ ഈ കാറ്റ് വരുമ്പോഴേ ഈ കത്താനും ഭയങ്കര പാടായിരിക്കും. നമുക്കത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ആ വിടവ് കുറച്ചൊന്ന് അടക്കണം. എന്നാലുള്ള നമുക്കിതിൽ സ്ഥിരമായിട്ട് കത്തിക്കാൻ പറ്റുക. പിന്നെ ഒന്നാമത് പുറത്തും അല്ലേ, നല്ല ഇവിടെയൊക്കെ നല്ല കാറ്റുണ്ടാവും. അപ്പൊ ആ കാറ്റിനിങ്ങനെ തീ പാളിക്കൊണ്ടിരിക്കും. ആരൊക്കെ വീട്ടിലുണ്ട് പുറത്ത് ഇതുപോലെ അടുപ്പ്? ഞങ്ങളുണ്ടാക്കിയ പോലെ. പിന്നെ പോലെ ഇഷ്ടമുള്ളവരുണ്ടോ പുറത്ത് അടുപ്പുള്ളത്? അപ്പൊ നമ്മളെ പുതിയ അടുപ്പില് ഫസ്റ്റ് ആയിട്ട് പാലാച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ പാല് നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം. അപ്പൊ നമ്മൾ അടുപ്പിലെ പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.
അങ്ങനെ വിട്ടിട്ട്